ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? ഞാൻ പണ്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. നിങ്ങൾ ഓണർമാര് പറഞ്ഞ് ഈ ഹൗസ് കീപ്പിങ്ങിലൊക്കെ ആളുകളെ കൊണ്ടൊക്കെ വൃത്തിയാക്കി. ഇവിടെ വൃത്തിയൊക്കെ കുറവ്. പുതിയ കാര്യസ്ഥൻ ഭരണം തുടങ്ങിയിരിക്കുന്നു. തറവാട്ടകങ്ങളൊക്കെ അവന്റെ അടിമകളാണെന്ന അവന്റെ ഭാവം. സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്. അല്ല അത് നീ ഒന്നും പണയണ്ട. HR പരാജയമാണ് കേട്ടാ. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഇൻഡോ ചോദിച്ച ഒന്ന് തരാവോ? അതൊന്നും മോഹിച്ച് ഈ പണിക്ക് നിൽക്കണ്ട, പറഞ്ഞേക്കാം. തരാന്നുള്ളതിലെ കാണിച്ചേ. ഇങ്ങനെയാണ് അങ്ങനെ കാണിച്ചേ. ഇങ്ങനെ കാണിച്ചൊക്കെ പൊക്കോന്നാണ്. ആ നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു. മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുത പറയുന്നേ. ആ ഇതാണ് നിന്റെ മുറി. അവർ ഇത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോ ഞാൻ എന്നാ ഈ റൂം എടുക്കാം. ഒന്നും നശിപ്പിക്കരുത്. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ സാധനം എല്ലായിടത്തും പുറത്തിറങ്ങി. സാർ ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കരുത്. എന്തൊക്കെയായാലും ഞാൻ എന്നെ മനുഷ്യത്തൊന്നും പഠിപ്പിക്കണ്ട, പറഞ്ഞ പോലെ ചെയ്താൽ മതി. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. പൊട്ടനും പോയി, പണ്ടനും പോയി, ബോട്ടും കിട്ടി. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.